അപ്പം നാളെ പെരുന്നാളാണ് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ പെരുന്നാൾക്ക് മുമ്പുള്ള ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. നാളെ ഇപ്പോൾ ഡേ ബിഫോർ പെരുന്നാളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോകും. അത് കഴിഞ്ഞിട്ട് നേരത്തെ കിടക്കണം, കാരണം രാവിലെ നേരത്തെ എണീച്ചിട്ട് പ്രെയർ ചെയ്യാനുണ്ട്. അപ്പോൾ മെഹന്തി ഡിസൈൻസ് ഞാൻ കണ്ടുപിടിച്ചു. ഞാനാണ് മെഹറിക്ക് ഇട്ട് കൊടുക്കാൻ പോണത്. ഫസ്റ്റ് ഈ മെഹന്തി വെച്ചത് റീലി കുറേ നേരം കണ്ടിട്ടാണ് എന്നാൽ മെഹന്തി ഡിസൈൻസ് ഫൈൻഡ് ചെയ്തത്. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് പ്രൊഫഷണലൊന്നല്ല ഇടാൻ, എനിക്കറിയില്ല നന്നായിട്ട് ഇടാൻ. അപ്പോൾ കുറേ സമയം എടുത്ത് ഒരു ഈസി ഡിസൈൻ കണ്ടുപിടിക്കാൻ. ആദ്യം ഇട്ട് നോക്കാം, ലാസ്റ്റ് ആകുമ്പോൾ എന്തൊക്കെയാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും രാവിലെ 7 o'clock എണീച്ചു. എല്ലാവരും കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ട് പിന്നെ ഹാളിലാണ് എല്ലാവരും നിസ്കരിച്ചത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് 3 പേർക്കും പെരുന്നാൾ പൊടി കിട്ടി. 5 റിയാൽ വാവേൻ്റെ കയ്യിൽ നിന്നും ഉമ്മച്ചിൻ്റെ കയ്യിൽ നിന്നും കിട്ടി. ഈദ് മുബാറക്. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പെരുന്നാളല്ലേ, ചെറിയ പെരുന്നാളല്ലേ. അപ്പോൾ എല്ലാവർക്കും വാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. ഹലോ, അപ്പോൾ ഇന്നാണ് പെരുന്നാളിലുള്ള ദിവസം. ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ട് മൈലാഞ്ചി ഇട്ട് ഇവിടെ കുഞ്ഞു മിഞ്ഞു ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇത് മിഞ്ഞു. മെഹറിൻ്റെ ഡ്രസ്സ് മോൾ ഓഫ് മസ്കറ്റ് ലുലുന്നും പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് R&B എന്നാണ് മേടിച്ചത്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും പുട്ടും പിന്നെ മട്ടൻ കറിയായിരുന്നു. നമ്മൾ വീഡിയോ ഇങ്ങനെ കോളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി മദർസ് ഡേന് വേണ്ടി ഒരു ഹണി കേക്ക് വേണ്ടി കട്ട് ചെയ്യാൻ പോകണം. നമ്മൾ കേക്ക് ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 മിഠായി, കുറേ മിഠായി ഉണ്ട് ഇവിടെ. കേക്ക് Happy Mother's Day to Michi. Happy Mother's Day to Michi. Thank you.
താങ്ക് യു. ഞങ്ങൾ താരമൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ഈ ഫോട്ടോസും എല്ലാം കാണണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യുക. @teensworldmedia എന്നായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്ത് നോക്കണം. ഞങ്ങൾ മൈലാഞ്ചി ഇന്നലെ രാത്രി ഓവർനൈറ്റ് കയ്യിൽ വെച്ചിട്ടാണ് കിടന്നത്. രാവിലെ നല്ല റെഡിഷ് കളർ പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഒരു കിച്ചണിൽ ഒരു കിളി വന്നേക്കണം. ചിലപ്പോൾ ഈദ് മുബാറക്കും പറയാനേക്ക് വന്നേക്കണം. ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതായിരുന്നു. പിന്നെ ചമ്മന്തി, അച്ചാർ, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി സ്വീറ്റ്സ് ആയിട്ട് പായസം ഉണ്ടാക്കി. പായസം പാലട പായസമാണ് ഉണ്ടാക്കിയത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈവനിങ് ആയി. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോയാണ്. ഈ ഉച്ചത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പുറത്തൊരു കാർ ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു, ബീച്ചിലോട്ട്. പിന്നെ അടുത്ത് ഫ്രണ്ട്സിലെ വീട്ടിൽ ചിലപ്പോൾ കയറും പായസം എല്ലാം കൊടുക്കാനൊക്കെ, ഈദ് സ്പെഷ്യൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഔട്ട്ഫിറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്ത്, ഇത് പെരുന്നാൾക്കും മിച്ചും ബാബും മേടിച്ച തന്നെ ഡ്രസ്സായിരുന്നു. മേറിനൊക്കെ ചേഞ്ച് ചെയ്തു. അത് ഞങ്ങൾ കാണിച്ചു. So let's go. Bye. Enjoy. അപ്പം മേറിൻ്റെ ഈ വൈറ്റ് കളർ ഡ്രസ്സ് മോൾ ഓഫ് മസ്കറ്റ് ലുലുന്നാണ് മേടിച്ചത്. പിന്നെ ഞങ്ങളുടെ ഈ ബ്ലൂ കളർ ഡ്രസ്സ് മോൾ ഓഫ് മസ്കറ്റ് റിയോന്നാണ് മേടിച്ചത്. എൻ്റെ ഷൂസ് അലയിലിന്നും പിന്നെ കയ്യിലുള്ള അക്സസറീസൊക്കെ H&M എന്നാണ് മേടിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ 3 ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഈദ് സ്പെഷ്യലായ പായസവും ബിരിയാണി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഗെയിംസ് കളിയാണ് എല്ലാവരും. നമ്മള് ദിയാന്റെ വീട്ടിലെത്തിക്കാണ്. ദിയ എന്തൊക്കെയാ പറയാനുള്ളത്? നമ്മൾ വന്നിട്ട് സന്തോഷം. ഓക്കെ, ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത വീട്ടിൽ പോകുമ്പോൾ അവർ പർച്ചേസ് ചെയ്ത് പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ നേരത്തെ കയറിയ വീട്ടിലത്തെ അവരും അവിടെ പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആദ്യം കയറിയ വീട്ടിലുള്ളവർ ഈദ് സ്പെഷ്യൽ കൊടുക്കാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ഒരു മീറ്റിംഗ് പോലെ ആയി.
അപ്പൊ ഞാൻ എന്റെ കാല് പോയി. ഒരു എൻജിൻ വീഡിയോ എടുക്കാൻ പറഞ്ഞേ എന്താ ചെയ്യണേ? മെന്റൽ ഹോസ്പിറ്റൽ ഒരു എൻജിൻ വീഡിയോ. ഇതാണ് എൻജിൻ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പെർഫെക്റ്റ് ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഈദ് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ രാത്രി ലോക്ക്ഡൗണിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് നേരത്തെ പോയി. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.